കഴിഞ്ഞ ദിവസം ദീപക് എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്ത് ഇവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിന് പിന്നിൽ ഒരു വ്യാജമായിട്ടുള്ള ഒരു ഫേക്ക് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയാണ്. അവൾ അയാളുടെ വീഡിയോ അയാളുടെ സമ്മതമില്ലാതെ എടുത്ത് അത് മോശമായിട്ടും വ്യാജമായിട്ടും വളരെ ഫേക്കായിട്ടും പ്രചരിപ്പിച്ചു. അവൾ എടുത്തേക്കുന്ന വീഡിയോ അത് അവൾ സ്ലോ മോഷനിലിട്ട്, അതും റിയൽ സ്പീഡിൽ ആ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് 2x സ്പീഡിൽ ഇട്ടാൽ മതി, കാണാൻ പറ്റും. അത് സ്ലോ മോഷനിലിട്ട് അതിന് വളരെ മോശമായിട്ട് അവൾ ചിത്രീകരിച്ചു. അത് താങ്ങാനാവാതെ ആ യുവാവ് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതൊന്നുമല്ല. ഈ സ്ഥാനത്ത് ഇത് ഒരു പുരുഷനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. അതിന് എന്തോ തന്നെ ആയിക്കോട്ടെ, സത്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരു പെണ്ണപ്പുറത്ത് എന്ത് ചെയ്തു അല്ലെങ്കിൽ ശ്രമിച്ചു എന്നെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്ത് വമ്പൻ കോലാഹലങ്ങൾ ഇവിടെ മീഡിയാസും പോലീസും എല്ലാവരും ആക്കും. ബട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേര് റിയാക്ഷൻ ചെയ്തിരുന്നല്ലാതെ ഒരു ന്യൂസിലോ ഒന്നിലും തന്നെ ഈ പെണ്ണിനെതിരെ ഒരു വാക്ക് പോലും ആരും തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയില്ല. കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവിടെ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അല്ലെ, ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവിടെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം അല്ലേ. പക്ഷെ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ, അതിന്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ. മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ, എന്റെ മൈക്രോ ഉണ്ട് അല്ലെങ്കിൽ രണ്ടേ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക. അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡില് ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്നാണെങ്കിൽ അത് പുറകോട്ട് പോയിരിക്കും.